തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഈശ്വര, ഗൗളിയാണല്ലോ വന്ന് വീണിരിക്കുന്നത്. കഠിനമായ ഏതോ ദോഷം മനയെ ഗ്രസിക്കുന്നു. ശ്രീദേവി, ശ്രീദേവി! വല്ലിച്ച, എന്തു പറ്റി വല്ലിച്ച? മനയ്ക്കോ മനയിലുള്ളവർക്കോ ദോഷഫലം കാണുന്നു. അത് മനസ്സിലല്ല, ആ നിമിത്തം പരദേവത എന്റെ കണ്ണിൽ കാണിച്ചു തന്നിരിക്കുന്നു. മനയിലുള്ളവർക്ക് ദോഷമോ? ഇപ്പൊ തന്നെ നമുക്ക് പല ദോഷങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ ഇനി എന്തു ദോഷ വരാനുള്ളത്? ഈ ദോഷം എനിക്കോ നിനക്കോ അല്ല ശ്രീദേവി, നമ്മുടെ വൃന്ദമോൾക്കാണ്. വൃന്ദമോൾക്കോ? ഈ മനയിൽ ആ ദോഷം ഞാൻ കാണുന്നത് വൃന്ദമോൾക്കാണ്. അവൾക്ക് എന്തു ദോഷം? ഒരു വലിയ ദോഷമാണ് കാണുന്നത്. അത് നിസ്സാരമല്ല. കഠിനമായ ആ ദോഷം വൃന്ദമോളുടെ പിന്നാലെ കൂടിയിരിക്കുന്നു. അത് അവൾക്ക് അപകടമാണ്. ദോഷം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവുമല്ലോ. പരിഹാരമുണ്ട്. ആ പരിഹാരം അടിയന്തരമായി ചെയ്തേ പറ്റൂ. വല്ലിച്ച, അത് ഉടനെ ചെയ്തൂടെ? പരദേവതകളെ പ്രീതിപ്പെടുത്തിയ മാറുന്ന ദോഷമാണോ? ആ ദോഷപരിഹാരത്തിന് നമ്മൾ മാത്രം മനസ്സ് വെച്ചാൽ പോരാ ശ്രീദേവി, വൃന്ദ കൂടി തയ്യാറാവണം. ഇതിന് വല്ലിച്ചൻ കാണുന്ന പരിഹാരം എന്താ? വൃന്ദമോളുടെ വിവാഹം. ഒരു ശുദ്ധജാതകന്റെ വരണമാല്യം കൊണ്ടേ ഈ ദോഷത്തെ വൃന്ദയ്ക്ക് അതിജീവിക്കാനാവൂ. വൃന്ദയുടെ വിവാഹം ഉടനെ നടത്തേണ്ടി വരും. അവളുടെ വിവാഹം നടക്കാൻ കാലതാമസം ഉണ്ടായാൽ ആ കഠിന ദോഷത്തിന് അവൾ കീഴടങ്ങേണ്ടി വരും. അവളുടെ ജീവന് പോലും ആപത്തുണ്ടായേക്കാം. വൃന്ദയ്ക്ക് വേണ്ടി ഒരു ശുദ്ധജാതകം തന്നെ വേണമെങ്കിൽ അങ്ങനെ ഒരാള് പരദേവതേ, കാത്തുരക്ഷിക്കണേ. അമ്മേ, മഹാമായേ, കൈവിടല്ലേ. അച്ഛനെ കാണാൻ വന്നതാണോ? അതെ. ഫാദറിനെ ഇപ്പൊ കാണാൻ പറ്റുമോ? നല്ല സമയത്ത് മേഡം വന്നത്. ഇപ്പൊ ചെന്ന് അച്ഛനെ കാണാം. അച്ഛനകത്തുണ്ട്, ചെന്നോളൂ. താങ്ക്സ്. വന്നെത്തിയ സമയം തെറ്റാണല്ലോ. ഇവിടെ വരണം എന്ന് മനസ്സിൽ തീരുമാനിച്ച സമയത്തല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. പീസ് ബി വിത്ത് യു ഫാദർ. പീസ് ബി വിത്ത് യു. ഞാൻ എമിലി റൊസാരിയോ. ഫാദർ പറഞ്ഞത് ശരിയാണ്. ഇവിടെ എത്തണമെന്ന് ഞാൻ ഉദ്ദേശിച്ച സമയത്തല്ല ഞാനിവിടെ വന്നത്. മനസ്സ് നിറയെ ഭയമാണല്ലോ. ആ ഭയത്തിന്റെ കാരണം മനസ്സിലാകുന്നില്ല. പല വഴിക്ക് പരിശ്രമിക്കുന്നു, പക്ഷേ എല്ലാ വഴികളും തെറ്റുന്നു. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിക്കും.
ഒടുവിൽ ആപത്തും സംഭവിച്ചു. ശരിയല്ലേ? ഫാദർ, ഞാനൊന്നും പറയാതെ തന്നെ അങ്ങന്റെ പ്രശ്നങ്ങളെല്ലാം പറയുകയാണല്ലോ. എന്നെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഫാദർ ഇങ്ങനെ മനസ്സിലാക്കി. ഒരു സൈക്കാട്രിസ്റ്റ് ആയ എനിക്ക് പോലും മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അറിവ് നേടുന്നവൻ ആ അറിവിന്റെ ഉറവിടം അന്വേഷിക്കേണ്ടതില്ല. എമിലിയുടെ വീട്ടിൽ ഭയപ്പെടുത്തുന്നത് എന്താണ് സംഭവിച്ചത്? ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, മറ്റൊരിടത്തും ഉത്തരമില്ലാത്ത സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പറയൂ. ഞാനിപ്പോ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഫാദർ. ഇപ്പോ ആ ഫ്ലാറ്റും വിട്ടു. ആ ഫ്ലാറ്റ് വിട്ടതുകൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. അപ്പോ വീണ്ടും ആ ഗോസ്റ്റ് ഫോഴ്സ് എന്നെ അറ്റാക്ക് ചെയ്യോ? എമിലിയെ ആക്രമിച്ചത് ഒരു പ്രേതാത്മാവാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ വേണ്ടത് ചെയ്യാം. വരൂ. ആ കൈ നീട്ടു. ആ പ്രേതാത്മാവ് ഈ പള്ളിമുറ്റം വരെ നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇനി ഭയപ്പെടേണ്ട. ആ പ്രേതാത്മാവ് നിന്നോട് അടുക്കില്ല. അടുത്താൽ ആ ആത്മാവ് അനുഭവിക്കും. അതിനാണ് ഈ കൊന്ത നിന്റെ കയ്യിൽ കെട്ടിയത്. ഇതൊരിക്കലും അഴിച്ചു വെക്കരുത്. സുഹൃത്തെന്താ കൂടെ വരാതിരുന്നത്? ഞാൻ ഗബ്രിയെ വിളിച്ചില്ല. വിളിച്ചാലും അവൻ വരില്ല. അതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നത്. ഒരു നാൾ ഗബ്രിക്ക് ഇവിടെ വരേണ്ടി വരും. ആരും വിളിക്കാതെ അയാൾ തനിയെ ഇവിടെ വരും. ഫാദർ, ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കോ?